കർത്താവായ ദൈവമേ, ഇതന്തിമാരുടെ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അപരാധത്തെ സാറായി മനസ്സിൽ ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവായ മിശിഹായെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മയായി പരിശുദ്ധ കന്യകാമരത്തിന്റെയും ഒരു കുടുംബത്തിന്റെ നായകനായ മാനസികന്റെയും മാധ്യസ്ഥം ഒരു കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ നിലനിന്ന് സഹായിക്കട്ടെ. സ്ഥലത്തിന്റെയും അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. വിവാഹമെന്ന കൂതാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കൂതാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാക്കട്ടെ. നമ്മതപതിമാരായ നിങ്ങളെയും ഇന്ന് തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ സ്തുതി. അങ്ങയെ സ്തുതിക്കുവാൻ കടന്നുപോകുന്ന പാപമോചനത്തിനായി ഇന്ത്യയിൽ ഞങ്ങളുടെ
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്നേഹസമ്പന്നനായ ദൈവമേ, ഈ ദമ്പതിമാർ സന്തോഷപൂർവ്വം ആരംഭിച്ചിരിക്കുന്ന കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും ഇവരുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ആരോഗ്യവും ആയുസ്സും നൽകി ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ചു കൊള്ളണമേ. മണവാളനെ സ്വീകരിക്കുവാൻ വിളക്കുകളുമായി പുറപ്പെട്ട് വേഗവതിയാളെ കന്യാമാരെ പോലെ സ്വർഗീയ പിതാവേ എന്നും ഇവരുടെ കുടുംബത്തിലേക്ക് എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വിവേകമുള്ള ദമ്പതികളായി തീരുവാൻ ഇവരെ സഹായിക്കണമേ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ കർത്താവായ ദൈവമേ ഇവർക്ക് പ്രദാനം ചെയ്യണമേ. മാതാപിതാക്കളെയും ഗുരുഭൂതരെയും ബഹുമാനിക്കുന്നവരും അനുസരിക്കുന്നവരും മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ ഇവർ താങ്ങും തണലും സ്നേഹപൂർവ്വം ശുശ്രൂഷ ചെയ്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നവരും നിന്റെ നല്ല മക്കളുമാക്കി ഇവരെ വളർത്തണമേ. ഇവരുടെ വിവാഹത്തിനും വിവാഹാഘോഷത്തിനും സഹായ സഹകരണം നൽകിയ എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകണമേ. തിരുകുടുംബത്തിന്റെ തലവനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമേ, സകല വിശുദ്ധരെ നിങ്ങളുടെ പ്രാർത്ഥന സഹായം എപ്പോഴും ഇവരുടെ മേലുണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിവാഹമെന്ന നിന്റെ വിളി സ്വീകരിച്ച് ഞങ്ങളിതാ ഒരു പുതിയ കുടുംബ ജീവിതം ആരംഭിക്കുവാൻ പോകുന്നു. സ്നേഹനിധിയായ ദൈവമേ, നിന്റെ ഛായയിലും സാദൃശ്യത്തിലും സ്ത്രീയും പുരുഷനുമായി ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുകയും ഇണയും തുണയുമായി വർദ്ധിച്ച് പൂർണ്ണരാകുവാനും വർദ്ധിച്ച് പെരുകുവാനുമായി പ്രപഞ്ചത്തിന്റെ മേൽ ആധിപത്യം നൽകുകയും പർദീസായിലെ കുടുംബത്തിൽ കുടിയിരുത്തുകയും ചെയ്തുവല്ലോ. നസ്രത്തിലെ ആ തിരുകുടുംബത്തിന്റെ മാതൃകയും ആ കുടുംബത്തിൽ നിറഞ്ഞു നിന്ന ഒരുമയുടെ